ഇതാന്നല്ലേ പണി തന്നെയാണെന്നുള്ളത്. അതിന് എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലോ. റിയൽ സ്വഭാവം പുറത്തൊക്കെ വന്നു പോയി. അല്ല ഞാൻ തുടങ്ങിയപ്പോഴേക്കും ഇനി എന്താ പറഞ്ഞേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, എന്താണ് എല്ലാവർക്കും സുഖല്ലേ? സുഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ വീഡിയോയിലും. അതെ അതെ. അസ്സലാമലൈക്കും ഇനി ഇതാന്നല്ലേ അറിയാണ്ട് വേളെ സ്വഭാവം റിയൽ സ്വഭാവം പുറത്തൊക്കെ വന്നു പോയി. അല്ല ഞാൻ തുടങ്ങിയപ്പോഴേക്കും ഇനി എന്താ പറഞ്ഞേ. ഞാൻ തുടങ്ങിയപ്പോഴേക്ക് ഞാൻ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നൊക്കെ പറയല്ലേ. ഞാൻ കളിയാക്കി പറഞ്ഞല്ല. അങ്ങനെ കളിയാക്കല്. ക്ഷമിയായി എന്താണ് പറയല്ലേ. ഞങ്ങൾ കുറച്ച് ചെമ്മീൻ കിട്ടിട്ടോ. ചെമ്മീൻ കിട്ടിയെന്നല്ല, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നാ. ഇനി പറയുന്ന കേട്ടായിരുന്ന വെറുതെ കിട്ടുമ്പോൾ തോന്നിയല്ലോ അല്ലേ. അതല്ല, ചെമ്മീൻ കുറച്ച് കിട്ടിയിരിക്കുന്നേന്ന് അങ്ങനെ പറയണ്ടല്ലോ. ചെമ്മീൻ ഇന്നലെ ഷെഫി വാങ്ങിക്കൊണ്ടുവന്നു പറഞ്ഞാ പോലെ. ഇനി എന്തിനാ ചെമ്മീൻ കിട്ടിയിരിക്കുന്ന പറഞ്ഞേ. എനിക്ക് ആശുരം കിട്ടിയാണല്ലോ. നിങ്ങൾക്ക് ഇത് ഓർമ്മല്ലോ. നിങ്ങൾ വില വിചാരം ചെമ്മീൻ പറന്ന് വരികയാണ്. അവിടേക്ക് പ്ലേറ്റിലേക്ക് ഇങ്ങനെ പറന്ന് വരികയാണ് കേട്ടോ. നല്ല നന്നാക്കി കൊണ്ടുവന്ന. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ആരൊക്കെ ഞാൻ നല്ല വലിച്ച് സദാ ഉപ്പും മുളകും പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി മീൻകാരനോട് ഒരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്. ഞാൻ ഇന്നലെ വാങ്ങണ്ടെന്ന് വിചാരിച്ചു ചെമ്മീൻ. കാരണം ഷെമിക്കിപ്പോ ഇങ്ങനെ നിന്ന് ഞാൻ കട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് പറഞ്ഞിട്ട് നല്ല ഫ്രഷ് ചെമ്മീൻ, മീൻകാരൻ എന്നോട് പറഞ്ഞു നല്ല ഫ്രഷ് ചെമ്മീനാണ് കൊണ്ടുപോയിക്കോന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഷെമിക്ക് എന്തായാലും കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൻ പറഞ്ഞു ആ പ്രശ്നമല്ലടാ ഞാൻ ചെയ്തുതരാണ്. അപ്പം ഒരുപാട് നന്ദി അത് ചെയ്തന്നതിന് അല്ലേ. അത് സത്യത്തിൽ എനിക്ക് ഒരു ഇഷ്ടം തോന്നിപ്പോയി. നമ്മൾ പ്രതീക്ഷിക്കാത്ത അതല്ല, അങ്ങനല്ല. ഇത് ഇത്രയും ചെറിയ ചെമ്മീൻ കട്ട് ചെയ്യാൻ ഒന്നാമത് മടിയന്മാര്, എല്ലാവരും മടിയന്മാരല്ലോ ഒരു വിധ ആൾക്കാരൊക്കെ. ചോനോട് പറഞ്ഞു ആ പ്രശ്നം ഞാൻ ചെയ്തുതരാണ്. ഇവക്ക് ആകെ നൂലിങ്ങനെ പോക്കാൻ അതിൻ്റെ ഉള്ളിലുള്ള അതിന് പണി തന്നെ എനിക്കറിയാം പണി തന്നെയാണ് എന്നുള്ളത്. അതിന് എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലോ. അതിന് പുതിയ ഒരാളോട് സ്നേഹം കൂടി, അത്രേ ഉള്ളൂ. എന്നോടിക്ക് ഓൾറെഡി ഇവിടെ എത്തിയോ എന്നോടുള്ള സ്നേഹം പോക്കി. ഫ്രഷ് ചെമ്മീൻ ആയതുകൊണ്ട് ഈ സ്മെല്ലും വന്നായി. നല്ല സ്മെല്ലും. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിന്റെ പൗഡർ ഇട്ടീന് ഞാൻ പൊരിക്കുമ്പോ. അപ്പൊ അത് പൊരിക്കുന്നതിലൊക്കെ കറിയിലൊക്കെ കാട്ടോ കൂടുതൽ. പിന്നെ മസാല വേണല്ലോ ബിരിയാണി ആക്കാൻ. അപ്പൊ പൗഡർ അത്ര ഇതല്ല. എപ്പോഴും പൊരിക്കാനും മീൻ പൊരിക്കാനും ചിക്കൻ പൊരിക്കാനും കുറച്ച് ചിക്കനൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ ഇനിയിപ്പോൾ അത് തോല് ഒഴിക്കണ്ടേ. അപ്പൊ അത് പൗഡർ തട്ടി കൊടുത്താൽ എളുപ്പമാണ്. ഈ രണ്ട് പൗഡർ, ഇത് ജിഞ്ചർ പൗഡർ ആണ്, ഇത് അതുപോലെ തന്നെ ഗാർലിക് പൗഡർ ആണ്. ഇത് രണ്ടും പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോ എന്തോ നേർച്ചാക്കിയ ഇങ്ങനെ വരും സത്യോ. അപ്പൊ ഇപ്പൊ വന്ന ആരാന്നറിയോ ഷെമിന്റെ ആശാ വർക്കർ എന്തായിന്നൊക്കെ ചോദിച്ചു. ഇവല് ആശാ വർക്കറിനോട് എന്താ പറഞ്ഞേ, തടി കുറയ്ക്കാൻ ഞാൻ പറഞ്ഞിക്കണ. ഇനി പറഞ്ഞിക്കണവരോട് ഞാൻ കേട്ടു. ഇപ്പൊ പറയാ ഞാനവിടെ പോയി ഞാൻ എല്ലാം ഇങ്ങനെ പോയി നോക്കി. എന്താ പറയുന്നത് നോക്കാം. ഒളിഞ്ഞു നോട്ടല്ല, ഞാൻ മുന്നേ കൂടി അങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആടെ നിക്ക്, അതിന്റെ ഇടയത്ത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആശാ വർക്കറോട് പറയും ഷെഫി പറയാ തടി കുറയ്ക്കണോ അങ്ങനെ ചവിട്ടല്ല കാലിന്. ഷെഫി അല്ല പറഞ്ഞത് എന്നോട് വെച്ച്. ഞാൻ പറഞ്ഞു നല്ല വെയിറ്റ് കൂടിക്കണം. ഓൾറെഡി ഞാൻ വെയിറ്റ് ഉണ്ടല്ലോ. എത്ര ഉണ്ട്? 100 കടന്നില്ലല്ലോ. 100-ന്റെ അടുത്ത് ഇങ്ങനെ വരിക. നിനക്ക് പറ്റും നിനക്ക് മാത്രമേ അത് പറ്റൂ. വേണോ അപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടർ കണ്ടിക്കണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് കൂടിയത് കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ പോയപ്പോ. അപ്പൊ പറഞ്ഞ ഡോക്ടർ പറഞ്ഞാൽ കുറച്ചാൽ മതി. ഇപ്പം പറയാനില്ലല്ലോ. ഇത് പടി പിടിച്ചു ഡോക്ടർ അതേം പറഞ്ഞു. അല്ല വെപ്പുകാര് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള നാച്ചുറാലിറ്റി ഒക്കെ വേണം. ക്ഷമി തലേ കെട്ടണ മുണ്ടടാ, ഡ്രസ്സൊക്കെ ഒന്നുകൂടി വൃത്തിയുള്ള ഡ്രസ്സൊക്കെ വാങ്ങണോ. ഇത് എനിക്കൊരു സാധനം വാങ്ങാൻ പോലും സമ്മതിക്കൂല. ഇത് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടുന്ന് വന്നപ്പോ ആ സ്മെല്ല് നല്ല അടിപൊളി ഫ്രഷ് ചെമ്മീനോ പറഞ്ഞിട്ട് വാങ്ങിയില്ലെങ്കിൽ മോശമായി പോവുകയല്ലേ. അത് കഴിക്കും, എല്ലാം കൂടി കഴിക്കും. അപ്പൊ നമ്മളിത് പറഞ്ഞിട്ടിരിക്കണവരാണ് ആശാ വർക്കർ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ കണക്കെടുത്ത് പോയി, കിലോന്റെ കണക്കൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോയി നറക്കാനായിട്ടേക്കല്ലോ. അപ്പൊ ഏതായാലും എന്താക്കണത് നാക്കോന്റെ ജിഞ്ചർ പൗഡറും പിന്നെ ഗാർലിക് പൗഡറും ആണ്. ഇത് ഉപയോഗിക്കാൻ അദ്ദേഹത്തിനൊക്കെ ഉപയോഗിക്കാൻ നല്ല പൊരിക്കുന്നതിലൊക്കെ കേട്ടോ നല്ലത്. അധികവും
പൊരിക്കണ കറി വെക്കണൊക്കെ പറ്റും, ബിരിയാണിക്ക് പറ്റും. ബിരിയാണിയിലേക്ക് അതോണം തന്നെ ഇതാക്കണം. ഇത് ഞങ്ങൾ പൊട്ടിച്ചില്ല കേട്ടോ, നാക്കോന്റെ ബിരിയാണി മസാല ആണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഷെഫി പറയും. അപ്പൊ ഏതായാലും ഇത് ഈ പൗഡറുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്പർ, വാട്സപ്പ് നമ്പർ നാക്കോന്റെ സെയിം നമ്പർ തന്നെയാണ്. അതെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നോക്കണ്ടി. ഏത് ബോക്സില്? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായി? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലാണ്ട് പിന്നെ ഏത് ബോക്സാ? ക്ഷമേ, ഞാനൊരു കാര്യം എന്നോട് ചോദിക്കട്ടെ, വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണല്ലോ ഞാൻ, അത് കാരണമുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കേരളം, തമിഴ്നാട്, കർണാടക ഇതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ എന്താ അതിനെ പറയാ? ഒന്ന് ഇന്ത്യ, പാകിസ്ഥാൻ അതൊക്കെ രാജ്യം, കൺട്രി. ഇന്ത്യ പിന്നെ കേരളം, തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞാല് തലസ്ഥാനം. ഇവനറിയോ നോക്കിയാ? അതെ അതെ, ഓക്കെ. സ്റ്റേറ്റ് ഓൻ പറഞ്ഞില്ലേ? സ്റ്റേറ്റ് ഓൻ പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയൂ, പക്ഷെ അതിന് ഇംഗ്ലീഷ് ഈ പറയണം. കോഴിക്കോട്, കണ്ണൂര്, തലശ്ശേരി, പിന്നെ വയനാട് ഇതൊക്കെ എന്താ പറയ്? അതൊക്കെ എന്താ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഞാൻ പറഞ്ഞുതരാം. പറയ്. ചിർക്കാനല്ലോ അറിയുന്ന ജില്ല. അതിന് ഇംഗ്ലീഷ് പറയ്. ഇംഗ്ലീഷ് പറയ്. ജില്ലല്ല, ആർക്ക് മുബാസ് പറയും. മുബാസ് പറയും. കൺട്രി. മുബാസ് പറയും. എന്ത് ചെയ്യാറേ ഞാൻ ചെയ്യണ്ടേ? പൊട്ടന്മാരെ തലസ്ഥാന സമ്മേളനം അവിടെ നടക്കാൻ പോണത്. അത് എനിക്ക് പറയാ, ഞാനേ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നുള്ള ധൈര്യം. പൊട്ടന്മാരെപ്പോ നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നതിനുള്ള പുറത്തൊക്കെ പോണേ. ഇനി അറിയാം എന്ത് ഞാൻ സ്കൂളിൽ പറയാം. 10 പനന്തട്ട ഒത്ത് ചത്ത് കുത്തിയിരുന്നു. 10 പനന്തട്ട കൊത്തിരുന്നു. 10 പനന്തട്ട ഒത്ത് ചത്ത് കുത്തിരുന്നു. 10 പനന്തട്ട ഒത്ത് ചത്ത് കുത്തിരുന്നു. 10 പനന്തട്ട ഒത്ത് ചത്ത് കുത്തിരുന്നു. ആടാ, അങ്ങനെ തന്നെ അല്ലത് അറിയല്. ഇതൊക്കെ ഒരു രസാണ്. അങ്ങനെ എന്തോക്കെ ഉണ്ടായില്ലോ. ആനാടല്ലോ. ആ ഷെമി പറയട്ടെ. ഞാനും പറയൂല. പുളിയടി ഞാൻ പറയില്ല. വടിയെടുത്ത് പുളിക്കരുന്നു, പുളിയെടുത്ത് വടിക്കരുന്നു, വടിയെടുത്ത് പുളിക്കരുന്നു, പുളിയെടുത്ത് വടിക്കരുന്നു, വടിയെടുത്ത് പുളിക്കരുന്നു, പുളിയെടുത്ത് വടിക്കരുന്നു. ഓടെ ചങ്ങായിയാണ്. ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യമാണ്. അല്ലേ ഇവിടെ മല്ലിച്ചപ്പും പൊതിന ഇല്ലേ? ഇല്ല ഇവിടെ അതല്ലാത്തതൊക്കെ ഞാൻ എന്നെ കൊണ്ട് വാങ്ങിച്ചിക്കണ്. ഇവിടെ ആവശ്യമില്ലാണ്ട് മറ്റേ ഇതൊക്കെ അല്ലേ, എന്തേനു തിരുമ്പണ പൊടിന്റെ സാബൂൻ പൊടി, സോപ്പും പൊടിയൊക്കെ ഇഷ്ടം പോലെ ഒന്നും ഇവിടെ ഉണ്ട്. തീരാണ്ട് തന്നെ അടുത്ത് ഡിസ്ട്രിക്ട്. ചെങ്ങന്മാർക്ക് ഓലക്കെ അറിയാത്ത പൊട്ടന്മാരെയായിട്ടാണല്ലേ ഞാൻ നടക്കണത്. ഉബാസ് അറിയാ സിറ്റി. ആ ഉബാസ് എഡിറ്റിംഗിൽ ഉബാസ് കട്ട് ചെയ്തില്ലെങ്കിൽ കാണാം. ആ ചാരില്ല, അങ്ങനെയൊക്കെ മതി. കുറച്ച് ടേസ്റ്റിലൊക്കെ അത്ര മതി. അതിന്റെ ചപ്പിന്റെ ഒരു കുറവ് കാരണം ഇവിടെ ഫുഡ് ചെലവാണ്ടായി പോയി എന്നില്ല. എനിക്കൊരു വിശ്വാസം എനിക്കുണ്ട്. ഫുഡ് ചെലവാണ്ടിക്കൂല എന്തായാലും. വേറെ ഇനി എന്നെ അടുത്തന്നാല് ഞാൻ പോയി തരുമോ? കുറച്ചു നേരം കാര്യട്ടോ. ഞങ്ങനെ വിഷമിക്കണ്ട. മസാല കണ്ടിട്ട് നല്ല. എനിക്ക് അത് കണ്ടിട്ടില്ല ഷെമി. പത്തിരി അങ്ങനെ കൂട്ടാൻ ഇനിയിപ്പോ പത്തിരിയാ തരൂലേ? മീൻ പൊരിച്ചോണ്ട് അല്ലേ? മീൻ പൊരിക്കാനുണ്ട്. അപ്പൊ പിന്നെ മല്ലിച്ചപ്പിടട്ടെ. ഉള്ളിലിടോ ഉണ്ടോ നോക്ക്. എന്ത് സുർക്ക? എന്തോന്ന് വെക്കാണ്. എനിക്ക് എന്തോ ഒരാളാ വേണ്ടിയ ജമീന. എനിക്ക് സുർക്കയും തൈരോ?
സുർക്കയും തൈരും അതിന് ഏടുന്ന അടുത്തുണ്ട് തൈര് വേണ്ട, തൈരൊക്കെ ഞാൻ വെച്ച്. സുർക്ക ഉണ്ടോ നോക്കി കുഞ്ഞ് തെരിയാനായിട്ട് ഉണ്ടെങ്കിൽ ഇത്തിരി ഇട്ടിക്കാന്ന് കുനിയാനും ആവില്ല, നടുക്കാനും ചെറുനാരങ്ങല്ലോ ഞാൻ വീടിയാന്ന് വാങ്ങിക്കോളൂ ഇങ്ങനെയാണെങ്കിൽ നടുക്കാനും ആവില്ല. ഏടെ ക്ഷമിയെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും, അവിടെ മുമ്പ് തന്നെ കൊണ്ടുവെക്കൂല സുർക്ക. കാണടുത്ത് എവിടെങ്കിലും വേണം മുതല്. ആ ഇവിടെ ഉണ്ട് തെരിയേണ്ട ആള് ഇവിടെ ഉണ്ട്. വരി ഇവലൊക്കെ എന്ത് ചെയ്താ തിന്നാൻ കൊടുക്കുക. നിങ്ങൾ തിന്നല് നല്ല അടിപൊളി ചോറും കൂട്ടാനൊക്കെ തന്നെ ആണല്ലോ. നെറ്റ്സ് ഇതൊക്കെ തന്നെ കഴിക്കല്. പക്ഷെ പൊട്ടിച്ചേരുവോ? ഇങ്ങനെ ഉണ്ട് ഉള്ളില് ഇടക്കിടക്ക് ഇതാങ്ങനെ സ്വന്തായി പോവുക. രസം കിട്ടോ ഇതിങ്ങനെ തന്നെ? രസമുണ്ടോ ക്ഷമേ? ഇത് അങ്ങനെ എടുത്തിട്ടോ, അങ്ങനെ എത്തും. എനർജി വരും മോനെ. എനർജിയോ? ഞാൻ പിന്നെ ഞാൻ ഇത് എന്നെ പഠിപ്പിച്ച് നടന്ന ആദ്യം ഗുളിക മരുന്നൊന്നും വേണ്ട, ശാന്തിയിൽ അല്ലേ ഒരു ഉണർവ് അല്ലേ? അല്ല സാധനം എങ്ങനെയുണ്ട്? ഒരു ഉണർവ് അല്ല സ്മെല്ല് കുറച്ചോ ഒരു ഉണർവ് വന്നിക്ക. സ്മെല്ല് വന്നപ്പോ അധികം ഇടണ്ടല്ലേ, നല്ല പൊടിയാന്ന് തോന്നുന്നു. ടേസ്റ്റ് നോക്കാനായില്ല, ഒന്ന് പോട് നോക്കിയാ. ഇത് സ്മെല്ലില് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുകം. സുർക്ക പാർന്ന് കുറച്ച് പാര, സുർക്ക അധികം പാരണ്ട. അധികം പാർന്നാണ്ട് വെക്കാറുണ്ട് വെറുതെ പറഞ്ഞു. അപ്പൊ ഈ മസാലയിൽ ഇതൊന്ന് നല്ലോണം കേട്ടെ. അപ്പോഴേക്ക് ഞാൻ അപ്പുറത്തുനിന്ന് ചോറ് വെക്കുന്നുണ്ട്, മീൻ പൊരിക്കുന്നുണ്ട്. നമുക്ക് കഴിക്കുമ്പം കാണട്ടോ. യെസ് യെസ് യെസ്. ഇവിടെ നോട്ടെ. പക്ഷേ നമ്മൾ ഇവിടുന്ന് കഴിക്കട്ടെ ഫുഡ്. ഉപാസം ഞാൻ വെച്ചില്ല, അവനൊന്നും ഡിമാൻഡ് ആക്കിയിരുന്നു, ഞാൻ വെച്ചില്ല. എപ്പോ പറഞ്ഞോ കുരുമുളക് പൊടി. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം. ക്ഷമേ ഞാൻ കുളിച്ച് കുട്ടപ്പനായിട്ടാണ്. ഒന്നും കുളിക്കണ്ട്, നാലാൾ അറിയട്ടെ കുളിക്കിന്. അത് പിന്നെ നാലാളല്ല അറിയല്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആഴ്ച ഇതാക്കുന്ന ക്ലാസ് ഒക്കെ കഴിഞ്ഞാണ്ട് വന്ന് അല്ലേ? ആഴ്ച സ്കൂളിൽ ഉറങ്ങിപ്പോയോ അല്ലേ? ഉറങ്ങിപ്പോയോ? ആരോ പയ്യുണ്ടല്ലോ. വിശന്നിട്ട് പള്ളേന്ന് മകളു തോന്നണം. വാ വാ വാ, എന്നാ ദുവാർന്നിട്ട് ചോർന്നേ. അപ്പൊ ഗൈസ് നമ്മളെ ബിരിയാണി ഇതാക്കണ അവിടെ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ബീലൊക്കെ എടുക്കണേ ക്ഷമിയെ, ബീലൊക്കെ എടുക്കണേ ബിരിയാണി. ഞാൻ കുക്കറിലതിനല്ലേ വെച്ച് എന്തോ അങ്ങോട്ട് ആക്കിയ. ഓ തെയ്യായിരിക്കും മോനേടാ സ്മെല്ല്. അതെന്തെന്നാ സ്മെല്ല് ഇങ്ങനെ വരുന്നത്? ഭർത്താൻ പറയലൊക്കെ എന്തോ ആണ്. ആർക്കും ഇവിടെ സംസാരിക്കാൻ കഴിയില്ല ഇതിന്റെ സ്മെല്ലോണ്ട്. അതെ, അധികം സംസാരിക്കണ്ട. അതിലേക്ക് എന്തെങ്കിലും ഒന്ന് തെറിച്ചാല് മൊത്തം പോയി പോകും. അതെ അതെ. ഏതായാലും ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ. പ്ലേറ്റ് എടുത്തോ? പ്ലേറ്റ് എടുത്ത് വെച്ചേക്കണോ? റെഡി. ഞങ്ങളൊന്ന് വന്ന ആകെ 2 ചെമ്മീനായിട്ടുള്ള ഇനി അതിൽ ചോറിൽ കളിക്കാതല്ല. അങ്ങനെ വലിയ ചെമ്മീനോട് ബിരിയാണി വെക്കണേക്ക് നന്നാവുക അല്ലെ? പക്ഷെ ചെറിയ ചെമ്മീനാ ടേസ്റ്റ് ഉണ്ടായ ചെറുതിനാ. ചെമ്മീൻ ഒന്നും പറയാൻ കഴിയുന്നില്ല, മാരക സ്മെല്ലു അല്ലേ? ആഹാ, കുറച്ച് ചൂട് തന്നെയോ നമ്മൾ തിന്നാൻ ലേറ്റ് ആയതുകൊണ്ട്. കുറച്ച് ചൂട് തന്നെ. ബാക്കിയൊക്കെ നമ്മൾ പിന്നെ ആക്കാൻ. ഇങ്ങോട്ട് വാ, ബാക്കിയൊക്കെ നമ്മൾ പിന്നെ ബാസിന് മാണ്ടേ. ഈ മുബാസ് എന്ന് പറഞ്ഞാൽ കേസ് ഒരു സാധനം ഇവിടുന്ന് കഴിക്കൂല, ഇനി ഇരിക്കൂല. എനിക്കറിയാം ഇന്നാണ് ഇനി ഇരിക്കുകയും ചെയ്യാം കാല ചങ്ങായി. ഇതൊക്കെ ഇന്ന് മുമ്പാസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എന്താ അറിയോ? ചെമ്മീൻ അറിയാം. സാധാരണ നല്ല ഉണ്ടാകുമ്പോ കയ്യൊക്കെ കഴുകി ഇരുന്ന് മുമ്പാസ് ഇരുന്ന്. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അശ്വൻ ചോറ് വേണോ? ബിരിയാണി ഇനി ആകെ പിന്നെ ചോദിക്കുന്നുണ്ട്. നല്ല പിന്നാണ്. പേടിക്കണ്ട കേട്ടോ ബാസ, പേടിക്കണ്ട കേട്ടോ. ഇനിയുണ്ട് കേട്ടോ, ഇനി പേടിക്കണ്ട. ബാസ എടുക്കണ കൊളായിയാണോ? മതിയാക്കണ്ടുണ്ട്. ക്ഷമിക്കാ, ഇട്ട് കൊടുക്കട്ടെ.
ചിലപ്പോൾ ഇന്നെ തിന്നാളും മതി മതി മതി. അന്നലായിട്ട് കമന്റ് കളിക്കും ഷെമിയെ തീറ്റിപ്പണ്ടാരാണോ ഷെമിന്ന് അങ്ങനെ ചെറിയ ചുറ്റിപ്പണ്ടാരാണ് ഞാൻ. ഈ മഴ ഇങ്ങോട്ട് എടുക്ക് ഇത് വലുതേട്ടാ വലുത് ഉപാസിന് പിന്നെ വലുത് തപ്പി കാട്ടി അശ്വന് ചോറ് എടുക്കട്ടെ. അശ്വൻ ചോറ് വേണ്ട സ്മെല്ല് കപ്പലോടിയിട്ട് സ്മെല്ല് കണ്ട് കപ്പലോടിയിട്ട് ബിരിയാണി മസാല ഇസ് വെരി ഗുഡ് ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാക്കോ പൊളിച്ചു പൊളി ടേസ്റ്റ് ഒക്കെ കളിയാ ഇതങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റൂല അതാ മസാല കൂട്ട് വേടാ എങ്ങണ്ട് അടിപൊളി. തൈരും അച്ചാറും ഒന്നുമില്ല. അയച്ചു മാനേ കഴിച്ചോ ആ ഓളും എടുത്തേക്കല്ലേ അയച്ചു എടുത്തേക്കും. അപ്പൊ ഏതായാലും കേസ് ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. പിന്നെ അച്ചാറ് വാങ്ങിയില്ലല്ലേ അതൊന്നും വേണ്ട അല്ലാണ്ട് ഇത് കഴിക്കാം. അപ്പൊ ഏതായാലും ഞാക്കോന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. കമന്റ് ചെയ്യാം അല്ലെ ഉപയോഗിച്ചിട്ട് കമന്റ് ചെയ്തോളൂ. നോട്ട് ഉപയോഗിച്ച് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ ബിരിയാണി മസാല ഓക്കെ. അപ്പൊ ഏതായാലും നാളെ കാണാം. ബൈ ബൈ.